നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ അവരുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷിയാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എന്റെ പഞ്ചായത്ത് ഇന്ന് പോകുന്നത് ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷിയുണ്ട്. നമസ്കാരം ശ്രീമതി ജാൻസി. നമസ്കാരം. കാർഷിക മേഖലയാണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത്. ക്ഷീര കർഷകരടക്കം കൂടുതലുള്ള ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. കാർഷിക രംഗത്തെ വികസന നേട്ടങ്ങളെ ഒന്ന് വിലയിരുത്താമോ? കാർഷിക രംഗത്ത് നമ്മുടെ വെള്ളത്തൂവൽ പഞ്ചായത്ത് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മള് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാർഷിക മേഖലയില് ഫലവൃക്ഷ തയ്യ്, പിന്നെ വിവിധ ജാതി തൈകള്, കൊക്കോ തയ്യ്, കശുമാവും തയ്യ്, ചെണ്ടുമല്ലി, കാന്താരിമുളക് കൃഷി, അങ്ങനെ കുറേയേറെ കൃഷികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ വീടുകളിലേക്കും പച്ചക്കറി തൈ എത്തിച്ചിട്ടുണ്ട്. ജാതി തൈകൾ നമ്മൾ വിതരണം നടത്തി. അതുപോലെ ഫലവൃക്ഷ തൈ നമ്മൾ പല മേഖലയിലേക്കും വിതരണം ചെയ്തു. അങ്ങനെ കുറെ പ്രവർത്തനങ്ങൾ ചെയ്തു. കൂടാതെ നമ്മൾ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നെൽകൃഷിക്ക് ഇൻസെന്റീവ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തൊഴിലുറപ്പിപ്പെടുത്തി കയർ വസ്ത്ര പാടശേഖരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു കൊടുത്തു. കൂടാതെ പിന്നെ തേനീച്ച കൃഷി, കൂൺ കൃഷി, അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ കാർഷിക മേഖലയിൽ ചെയ്യാൻ സാധിച്ചു. കുരുമുളക് കൃഷിക്ക് നമ്മൾ സബ്സിഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ വീടുകളിലേക്കും നമ്മൾ പച്ചക്കറി തൈ നടുന്നതിനുള്ള റൂഫ് കൾട്ടിവേഷൻ ചട്ടികൾ നമ്മൾ വിതരണം നടത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും നടത്തി വരുന്നു. പിന്നെ കൂടുതലായിട്ട് ഈ വർഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് പദ്ധതികൾ നമ്മൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും ചെയ്തു കഴിഞ്ഞു. തീർച്ചയായും ഈ പൂക്കൃഷി, ചെണ്ടുമല്ലി കൃഷികളടക്കം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള നിരവധി പദ്ധതികൾ, പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഓണക്കാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്, അല്ലേ? അതെ. അതും തന്നെ സമ്പൂർണ്ണ തരിശ് രഹിത പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ വെള്ളത്തൂവലിനെ മാറ്റാൻ പഞ്ചായത്തിനായി എന്നത് തന്നെയാണ്. അതെ അതെ. അതിനായുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? തരിശുഭൂമി നമ്മള് തൊഴിലുറപ്പിപ്പെടുത്തി നമ്മളെ തരിശുഭൂമികള് കൃഷിയോഗ്യമാക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തനതാണ്ട് വിളകളായ കപ്പ, ഇഞ്ചി, അങ്ങനെയുള്ള കാര്യങ്ങള് കൃഷി ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ഈ തരിശുഭൂമി ഒരുക്കി കൊടുക്കുന്നത്. പച്ചക്കറി തൈകൾ നടാനും അങ്ങനെയുള്ള കാര്യങ്ങള്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ക്ഷീര കർഷകരുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത്. ഈ ക്ഷീര കർഷകർക്കായി സബ്സിഡികൾ അടക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണോ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? അതെ. നമ്മള് ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ഓരോ വാർഡിലും കറവ പശുക്കൾക്ക് സബ്സിഡി എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മള് പശുവിനെ വാങ്ങുന്നതിനായിട്ട് നമ്മൾ 30,000 രൂപ വരെ സബ്സിഡി കൊടുക്കുന്നു. 60,000 രൂപയുടെ പശു വാങ്ങുമ്പോൾ 30,000 രൂപ നമ്മുടെ പഞ്ചായത്ത് സബ്സിഡി നൽകി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പോത്തുംകുട്ടി വിതരണം നടത്തിയിട്ടുണ്ട്. കറവ ആടുകൾക്ക് സബ്സിഡി നൽകി വിതരണം നടത്തി. കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നൽകി. പാലിന് ഇൻസെന്റീവ് നൽകിയിട്ടുണ്ട്. അതുപോലെ മുട്ടക്കോഴി വിതരണം, കിടാരി വിതരണം, അങ്ങനെ തുടങ്ങിയ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി. തീർച്ചയായും അത്തരത്തിൽ കാർഷിക മേഖലയിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച ഈ കാർഷിക മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങൾ ഇടുക്കി ജില്ല സമഗ്രമായി നടത്തി വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രധാനമായും കാർഷിക മേഖലയോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ടൂറിസത്തിന് അനന്തമായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു ജില്ല തന്നെയാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. അത്തരത്തിൽ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ എത്രത്തോളം ടൂറിസം കേന്ദ്രങ്ങളുണ്ട്, ടൂറിസത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിനായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത്? വെള്ളത്തൂവൽ പഞ്ചായത്തിൽ ഒട്ടേറെ
ടൂറിസം സാധ്യതകളുള്ള കേന്ദ്രങ്ങളുണ്ട്. നമ്മൾ മൂന്നാറുമായി ബന്ധപ്പെട്ട് മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ്. മൂന്നാറിലേക്ക് പോകുന്ന വണ്ടികളെല്ലാം തന്നെ നമ്മുടെ വെള്ളത്തൂലിലൂടെ കവർ ചെയ്താണ് പോകുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒട്ടേറെ ടൂറിസം മേഖലകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ചുനേമാക്കൽ വാട്ടർഫാൾസ്. നമുക്ക് നമ്മളവിടെ അടിസ്ഥാന സൗകര്യം 50 ലക്ഷം രൂപ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് എടുത്ത് നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. റോഡ് നിർമ്മിച്ചു, നടപ്പാത, ടോയ്ലറ്റ് അങ്ങനെ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ അത് ഉൾപ്പെടുത്തി അവിടെ നിന്ന് 50 ലക്ഷം രൂപ അനുവദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അതിന്റെ ബാക്കി നടപടികളെല്ലാം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു. 5000-ഓളം ആളുകളും അവിടെ വന്നു ചേരുന്ന ഒരു മേഖലയാണ്. നല്ലൊരു വരുമാന മാർഗം പഞ്ചായത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്ന വെള്ളച്ചാട്ടമാണ് ഈ ചുനേമാക്കൽ വെള്ളച്ചാട്ടം. അതിന്റെ പണി പൂർത്തീകരിക്കുന്നതോടനുബന്ധിച്ച് നമ്മൾ അവിടെ ഒരു ഫീസ് ഏർപ്പാടാക്കുകയും അത് നമുക്ക് പഞ്ചായത്തിന് നല്ലൊരു വരുമാനമാക്കാനും സാധിക്കും. അതുപോലെ ഒട്ടേറെ പേർ ആളുകൾക്ക് അവിടെ തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംരംഭങ്ങളും അവിടെ വേറെ നടന്നു വരുന്നുണ്ട്. കുറെ ആളുകൾക്ക് അവിടെ തൊഴിൽ കൊടുക്കാനും ഇത് മുഖേന സാധിക്കും. കൂടാതെ നമുക്ക് വേറെയും ടൂറിസം മേഖലകൾ ഇവിടെയുണ്ട്. വേറെ നമ്മളൊരു ബ്രേക്ക് ഒരു വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വാച്ചാൻ ടവർ, ഒരു ചതുരംഗപ്പാറയിൽ ഒരു വാച്ചാൻ ടവറിന്റെ നിർമ്മാണം ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ ഒരു പാർക്ക്, നമ്മുടെ വെള്ളത്തൂൽ ടൗണിൽ തന്നെ ഒരു പാർക്കിന്റെ നിർമ്മാണം നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതുപോലെ നമുക്കിവിടെ തോട്ടാപ്പുരയിൽ ഒരു തുരങ്കം, അത് നമ്മൾ അതിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ നിർമ്മാണങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കും. തീർച്ചയായും അത്തരത്തിൽ ടൂറിസം കേന്ദ്രത്തിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഈ വെള്ളച്ചാട്ടങ്ങൾ, മറ്റ് ടൂറിസം കേന്ദ്രങ്ങളെല്ലാം തന്നെ ഉള്ളപ്പോൾ പ്രധാനമായും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രധാന ഗതാഗത മാർഗം തന്നെയാണ് ഈ റോഡ്. ഗ്രാമീണ റോഡുകളടക്കം അതോടൊപ്പം തന്നെ ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകളെല്ലാം തന്നെ നവീകരിക്കാൻ പഞ്ചായത്തിന് ആയിട്ടുണ്ടോ? ഈ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മള് റോഡുകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ പഞ്ചായത്തിന്റെ ഓരോ വർഷത്തെയും നമ്മുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു 99% റോഡുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. നമ്മുടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ പണിത് തീർത്തു. അല്ലാത്ത പൊതു റോഡുകളെല്ലാം നമ്മള് MLA ഫണ്ടും അതുപോലെ തന്നെ നമ്മുടെ റബ്ബറൈസർ റോഡ്, അങ്ങനെ വീതി കൂട്ടി പണിയുള്ള റോഡുകൾ നമ്മൾ സർക്കാരിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ രീതിയിലും എല്ലാം നമ്മുടെ പണി കഴിപ്പിച്ച് ഏകദേശം 99% റോഡുകളുടെ പണി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. തീർച്ചയായും വഴിവിളക്കുകളെല്ലാം പൂർണ്ണമായും സ്ഥാപിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ടോ? ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ കയറിയപ്പോൾ തന്നെ ഓരോ വാർഡിലേക്കും നമ്മൾ 35ഓളം ലൈറ്റുകൾ നൽകി നമ്മൾ ചെയ്തു. അതിനുശേഷം ഇപ്പം നമ്മൾ വീണ്ടും ഒരു പ്രോജക്റ്റ് വെച്ച് ഓരോ വാർഡിലേക്ക് 75 ലൈറ്റ് ഉൾപ്പെടെ നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രവർത്തനം നമ്മൾ എല്ലാ മേഖലയിലും പൂർണ്ണമായി എത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തീർത്തും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. നമ്മൾ നേരത്തെ കൃഷിയുടെ കാര്യം സൂചിപ്പിച്ചു. കാർഷിക മേഖലയിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണ് വെള്ളത്തൂവൽ എന്ന് പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണം ഈ പഞ്ചായത്തിനെ ബാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇതിനിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ മാർഗങ്ങളാണ് നിലവിൽ സ്വീകരിച്ചു വരുന്നത്? നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇപ്പൊ ഇവിടെ കുരങ്ങ് ശല്യം, അങ്ങനെ മൃഗങ്ങളുടെ ശല്യമുണ്ട്. ഇപ്പൊ ആനയുടെ ശല്യം വരെ നമ്മളുടെ ഒരു വാർഡിന്റെ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മള് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സർക്കാരിലേക്കെല്ലാം അതിന്റെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഇതിന്റെ ആക്രമണത്തിനെതിരെ നമ്മളിപ്പോ ഒരു പദ്ധതി എടുത്തിട്ടുണ്ട്. ട്രെഞ്ച് നിർമ്മാണം, നമ്മുടെ ആന ശല്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒരു വാർഡില് ട്രെഞ്ച് നിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിപ്പിച്ച് അതിന്റെ നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കും. പിന്നെ അല്ലാതെ നമ്മുടെ സർക്കാരിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറേയേറെ പരാതികളും കാര്യങ്ങളും ഉണ്ടായത് നമ്മൾ അങ്ങോട്ട് അവരുടെ ശ്രദ്ധയിലേക്ക് അയച്ചിട്ടുമുണ്ട്. തീർച്ചയായും ആനയടക്കമുള്ള വന്യജീവി ശല്യമാണല്ലേ പ്രദേശത്ത് നിലവിലുള്ളത്? അതെ, ഉണ്ട്. തീർച്ചയായും അത്തരത്തിൽ ഈ വന്യജീവി ആക്രമണങ്ങളെല്ലാം തന്നെ നേരിടാൻ പഞ്ചായത്തിനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് മാലിന്യ സംസ്കരണ രംഗത്തും ഏറെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പഞ്ചായത്താണല്ലോ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത്. പ്രത്യേകിച്ച് മാലിന്യമുക്ത നവകേരളം എന്നൊരു ആശയത്തിന്റെ പിന്നാലെ തന്നെ മാലിന്യമുക്ത പഞ്ചായത്താകാൻ
ഈ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ഈ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മാലിന്യ രംഗത്ത് നമ്മൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ തന്നെ നമുക്ക് 3-ാം സ്ഥാനവും ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കഴിഞ്ഞ വർഷം 1-ാം സ്ഥാനവും നല്ല കൺസോർഷ്യത്തിനുള്ള 1-ാം സ്ഥാനവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ ഒരു MCB പണിത് നമ്മൾ അതിലേക്ക് നമ്മൾ ഓരോ വാർഡിലും ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട്. അവിടെ നിന്ന് മാലിന്യങ്ങൾ നമ്മുടെ പ്ലാസ്റ്റിക് നമ്മൾ ശേഖരിച്ച് MCB കൊണ്ടുവന്ന് തരം തിരിച്ച് നമ്മൾ കയറ്റി അയക്കുകയാണ്. നമ്മളെ എല്ലാ വാർഡിലെയും പ്ലാസ്റ്റിക്കും അതുപോലെ റോഡുകളെല്ലാം നമ്മൾ ഹരിതകർമ്മ സേനയെ വിട്ട് ഒരു മാസത്തിൽ 4 ദിവസം വെച്ച് നമ്മളത് ക്ലീൻ ചെയ്യിക്കും. അതുപോലെ ടൂറിസം മേഖല എല്ലാ മേഖലയിലും ഹരിതകർമ്മ സേന അംഗങ്ങൾ പോയി ഓരോ മാസവും ക്ലീനിങ് നടത്തുന്നുണ്ട്. ആ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ MCB കൊണ്ടുവന്ന് അത് തരം തിരിച്ച് നമ്മൾ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അതും പ്രകാരം 10-15 ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നല്ല ഒരു തൊഴിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ വീടുകൾ തോറും പ്ലാസ്റ്റിക് എടുക്കാൻ പോകുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആ രീതിയിലും വരുമാനമുണ്ട്. അങ്ങനെ 34 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് നമുക്ക് ആകെ ഉള്ളത്. നല്ലൊരു വരുമാനം അവർക്ക് കിട്ടുകയും അതിലൂടെ നമ്മുടെ വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യങ്ങൾ മുഴുവനായും നമ്മൾ MCB കൊണ്ടുവന്ന് കയറ്റി അയച്ചു വിടാനും സാധിക്കുന്നുണ്ട്. നല്ലൊരു മാലിന്യമുക്ത നമ്മുടെ പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. നമ്മൾ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുകയും നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് പഞ്ചായത്ത്. തീർച്ചയായും മാലിന്യ രംഗത്തും ഏറെ മുന്നിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ബയോ ബിന്നുകൾ ഒപ്പം തന്നെ ഈ ബോട്ടിൽ ബൂത്തുകളെല്ലാം തന്നെ സ്ഥാപിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട്. ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് ബോട്ടിൽ ബൂത്തുകൾ, അതോടൊപ്പം തന്നെ ഈ റോഡ് സൈഡുകളെല്ലാം കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള ബയോ ബിന്നുകളും ബോട്ടിൽ ബിന്നുകളും എല്ലാമാണോ പഞ്ചായത്ത് സ്ഥാപിച്ചു വരുന്നത്? അതെ, തീർച്ചയായിട്ടും നമ്മൾ ഓരോ സ്ഥാപനങ്ങളിലെല്ലാം ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഓരോ വഴിയോരത്തും നമ്മൾ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോ വീടുകൾക്കും തരംതിരിച്ച് മാലിന്യങ്ങൾ നമ്മൾ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി നമ്മൾ റിംഗ് കമ്പോസ്റ്റ് എന്ന് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഓരോ വീടുകളിലേക്കും അത് എത്തിച്ചു കൊടുത്തു. കഴിഞ്ഞ വർഷം നമ്മൾ എത്തിച്ചു കൊടുത്തു. ഈ വർഷവും നമ്മൾ ആ പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ബാക്കിയുള്ള വീടുകളിൽ കൂടി എത്തിച്ചു വെച്ച സമ്പൂർണ്ണമായ വീടുകളിലേക്ക് നമ്മളിത് എത്തിച്ച് മാലിന്യം നിക്ഷേപിക്കുന്നതിനുള്ള ഒരു റിംഗ് കമ്പോസ്റ്റ് ഉണ്ടാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ഥാപനങ്ങളിലെല്ലാം ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വഴിയോരങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വഴിയോരങ്ങളിലെല്ലാം നമ്മൾ ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും തീർത്തും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ നിരവധിയായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ, പൊതുജലാശയങ്ങളെല്ലാം തന്നെയുള്ള ഒരു പഞ്ചായത്താണല്ലോ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത്. ഈ കുടിവെള്ളം, ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? ഒപ്പം തന്നെ ഈ പൊതുജലാശയ സംരക്ഷണം എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? നമുക്ക് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ വാർഡിലും 40ഓളം കുഴൽ കിണറുകൾ നമ്മൾ സ്ഥാപിച്ചു നൽകി. കൂടാതെ ജലജീവൻ മിഷന്റെ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ പൂർണ്ണമായി നടപ്പിലാക്കി. ഓരോ വീടിലും വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ജലജീവൻ മിഷനുമായി സഹകരിച്ച് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലാണ് ഏറ്റവും ആദ്യം ജലജീവൻ മിഷന്റെ പദ്ധതി നടപ്പിലായത്. അതുപോലെ നമ്മൾ 40ഓളം കുഴൽക്കിണറുകൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് ചെയ്യാൻ സാധിച്ചു. തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ ഒരു നീന്തൽ കുളമുണ്ട്. ഇത് പഞ്ചായത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണോ സാക്ഷാത്കരിച്ചത്? അതെ, നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ നമ്മുടെ പഞ്ചായത്താണ് ആദ്യമായിട്ട് ഒരു നീന്തൽക്കുളം നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് തന്നെയാണ്. നമ്മുടെ കുട്ടികള് വേറെ ഈ അവധിക്കാലത്തും ഒക്കെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള ഒരു നീന്തൽക്കുളമാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനുള്ള അതിന്റെ ഉദ്ഘാടന കർമ്മം എല്ലാം ഉടനെ തന്നെ ആരംഭിച്ച് കുട്ടികളെ അതിൽ നീന്തൽ പഠിപ്പിക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് നീന്തൽക്കുളം നമ്മുടെ പഞ്ചായത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. 34 ലക്ഷം രൂപ മുടക്കി നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന നീന്തൽക്കുളമാണ്. നമ്മൾ ഉടനെ തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും. കുട്ടികളെ ഇറക്കി നീന്തൽ പഠിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യും. തീർച്ചയായും അത്തരത്തിൽ പഞ്ചായത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് സാക്ഷാത്കരിക്കാൻ ഇരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഈ മഴക്കാലമാണ്. മഴക്കാലത്ത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എത്രത്തോളമാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്? മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ PHCയുമായിട്ട് നമ്മൾ സംയോജിച്ച് നമ്മൾ ഓരോ വാർഡിലും സബ് സെന്ററുകളുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ വാർഡിലും സാനിറ്റേഷൻ കമ്മിറ്റി കൂടി നമ്മൾ ഓരോ വാർഡിലും
ഓരോ വീടും ശുചീകരിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ കമ്മിറ്റി കൂടി അവിടെ നമ്മൾ ഓരോ വോളണ്ടിയേഴ്സിനെ ഓരോ വാർഡിലും നമ്മൾ ഒരു കുറച്ച് വീട് 50 വീടുകൾക്കൊക്കെ ആയി വെച്ച് ഓരോ വോളണ്ടിയേഴ്സിനെ വെച്ച് നമ്മൾ വീടുകളെല്ലാം സന്ദർശിച്ച് നമുക്ക് അവിടെ വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ, നമ്മൾ കൊതുക് വളരുന്ന സൗകര്യമുണ്ടോ, അതെല്ലാം നമ്മൾ നോക്കി അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് നമ്മളൊരു സർവേ നടത്തിയിട്ടുണ്ട്. കൂടാതെ പൊതുവായിട്ടുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളും പൊതു റോഡുകളും എല്ലാം നമ്മൾ ഇതിലൂടെ ക്ലീൻ ചെയ്ത് നമ്മളത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. തീർച്ചയായും ഈ ജലജന്യ രോഗങ്ങൾക്കെതിരെ എല്ലാമുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആശമാരെ ഉപയോഗിച്ചുകൊണ്ട് സർവേ ഫലങ്ങളെല്ലാം തന്നെ തയ്യാറാക്കിക്കൊണ്ടായിരിക്കുമല്ലേ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്? ആശമാരെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ സർവേകൾ നടത്തുന്നത്. പിന്നെ നമ്മൾ പ്രതിരോധ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. എലിപ്പനിക്കൊക്കെ എതിരായിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ തുളുപ്പ് തൊഴിലാളികൾക്കും നമ്മൾ അത് വേണ്ടുന്ന ആളുകൾക്കെല്ലാം അതൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ ആരോഗ്യ മേഖലയിലെ മറ്റ് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യ മേഖലയിൽ നമ്മൾ പാലിയേറ്റീവ് അംഗങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ മാസവും നമ്മൾ പാലിയേറ്റീവ് അംഗങ്ങളെ നമ്മൾ ഓരോ വാർഡിലും പാലിയേറ്റീവ് നേഴ്സിന്റെ കീഴിൽ അവരെ അവിടെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ വർഷത്തിലൊരിക്കൽ നമ്മൾ പാലിയേറ്റീവ് സംഗമം നല്ല രീതിയിൽ നടത്തി നമ്മൾ അന്ന് പാലിയേറ്റീവ് അംഗങ്ങളെല്ലാം നമ്മുടെ ഇവിടെ ഒരു പൊതു ഹാളിലേക്ക് അവരെ കൊണ്ടുവരികയും അവർക്ക് അവരുടെ കലാപരിപാടികളും അവർക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണവും നൽകി അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ദിവസം അവരുടെ വാർഷികമായിട്ട് വെച്ച് നടത്താറുണ്ട്. തീർച്ചയായും അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒപ്പം തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെടുത്തി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ടൂറിസം രംഗങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം പറഞ്ഞു. ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ മികവിനെ കുറിച്ചും പറഞ്ഞു. നമ്മൾ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ വയോജനങ്ങൾക്കായി, ഭിന്നശേഷി വിഭാഗക്കാർക്കായി വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കി വരുന്നത്? പ്രത്യേകിച്ച് വയോജനങ്ങൾക്കും ഭിന്നശേഷി കുട്ടികൾക്കാണെങ്കിലും തന്നെ സഹായ ഉപകരണങ്ങളെല്ലാം തന്നെ എത്തിച്ചു നൽകാൻ പഞ്ചായത്തിനാകുന്നുണ്ടോ? വയോജനങ്ങൾക്കായി നമ്മൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഓരോ വർഷവും ചെയ്യുന്നുണ്ട്. വയോജനങ്ങൾക്കായി നമ്മളൊരു തുക തന്നെ നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഓരോ വർഷവും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മള് വയോജന സംഗമം നടത്തി, നമ്മള് വയോജനങ്ങൾക്ക് ഒരു മെഡിക്കൽ ക്യാമ്പ് വെച്ച് അവിടെ നമുക്ക് വയോജനങ്ങൾക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വയോജന കലോത്സവം നടത്തി വയോജനങ്ങളുടെ കലാപരിപാടികളെല്ലാം അവിടെ അവതരിപ്പിക്കുകയും അവർക്ക് അതിന് അവതരിപ്പിച്ച എല്ലാവർക്കും നമ്മളെ അവരെ അനുമോദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ വയോജന മെഡിക്കൽ ക്യാമ്പ് വെച്ചു ഉപകരണങ്ങൾ നമ്മൾ വിതരണവും ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കും നമ്മൾ ഓരോ വർഷവും ഭിന്നശേഷി മെഡിക്കൽ ക്യാമ്പ് വെക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭ നടത്താറുണ്ട്. ഗ്രാമസഭയിൽ നമ്മൾ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ നമ്മളെ ഗ്രാമസഭയിൽ നിന്ന് ശേഖരിച്ചാണ് നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തി അവർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വയോജനങ്ങൾക്ക് പകൽ വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ വർഷം നമ്മൾ വയോജനങ്ങൾക്ക് കമ്പിളി പുതപ്പ് എന്നൊരു പദ്ധതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഓരോ വാർഡിലും 10-50 പേർക്കോളം കമ്പിളി പുതപ്പ് നൽകാനുള്ള ഒരു പദ്ധതി നമ്മൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ നടപ്പിലാക്കും. തീർച്ചയായും വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഇനി വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളെ കുറിച്ചാണ്. വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകൾ, കോളേജുകൾ, അംഗനവാടികൾ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമ്മുടെ സ്കൂളുകളെല്ലാം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് നമ്മളെ സ്കൂളുകൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളുകൾക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ട, അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ആവശ്യമായ കാര്യങ്ങൾ മിക്ക സ്കൂളുകളും നമ്മൾ സ്മാർട്ടാക്കി ഉയർത്തിയിരിക്കുകയാണ്. അവരുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ട് നമ്മൾ പല ക്യാമ്പുകൾ നടത്താറുണ്ട്. അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താറുണ്ട്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കുട്ടികൾക്കായി ചെയ്യാറുണ്ട്. നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ 41 അംഗൻവാടികൾ ആണുള്ളത്. അംഗൻവാടികളെല്ലാം നല്ല സ്മാർട്ട് അംഗൻവാടികളായി ആക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അംഗൻവാടികളിൽ നമ്മൾ പോഷകാഹാര വിതരണം നടത്തുന്നുണ്ട്. കുട്ടികൾക്കായി കളി ഉപകരണങ്ങള്, അംഗൻവാടി കുട്ടികൾക്കായുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പഞ്ചായത്ത് നല്ല രീതിയിൽ തന്നെ നിർവഹിക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും അംഗനവാടികൾ കേന്ദ്രീകരിച്ചും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് 41 അംഗനവാടികളെ സ്മാർട്ട് അംഗനവാടികളാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളടക്കം എടുത്തു പറയുമ്പോൾ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ അതിൽ നമുക്ക് എടുത്ത് കാണേണ്ടത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ കൗമാര കുട്ടികൾക്കായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ അതെല്ലാം തന്നെ ഈ അംഗനവാടികൾ കേന്ദ്രീകരിച്ച് പഞ്ചായത്തിന് നൽകാനാകുന്നുണ്ടാവും അല്ലേ? ഉണ്ട്. തീർച്ചയായിട്ടും നമ്മള് കൗമാര കുട്ടികൾക്കായി പല രീതിയിലുള്ള ക്ലാസ്സുകൾ, ലഹരിക്കെതിരെയുള്ള ക്ലാസ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ പൊതുവായിട്ട് പഞ്ചായത്തിൽ ലഹരിക്കെതിരെ ഒരു ക്യാമ്പ് നടത്തി, അതുപോലെ ഓരോ അംഗൻവാടി കേന്ദ്രീകരിച്ചും ഇങ്ങനെയുള്ള പല പല ക്ലാസ്സുകളും കൊടുക്കാറുണ്ട്. കൗമാരക്കാരായ കുട്ടികൾക്ക് അറിവ് നൽകുന്ന പല രീതിയിലുള്ള ക്ലാസ്സുകൾ, ഹെൽത്തുകാരുമായി ബന്ധപ്പെട്ട് പലരും അങ്ങനെ നല്ല രീതിയിലുള്ള നല്ല ക്ലാസ്സുകൾ നമ്മൾ നൽകാറുണ്ട്. തീർച്ചയായും നമ്മൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ കുട്ടികളുടെ വായനാശീലം ഇന്ന് അനുദിനം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളെല്ലാം തന്നെ മൊബൈൽ ഫോണുകളെ അടിസ്ഥാനമാക്കി പഠന രീതികൾ മാറിയതോടുകൂടി തന്നെ കൂടുതലും മൊബൈൽ ഫോണുകളിലേക്ക് അഡിക്റ്റ് ആവുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. അത്തരത്തിൽ ഈ കുട്ടികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വായനശാലകൾ, ലൈബ്രറികൾ ഇതെല്ലാം തന്നെ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെയാണ് പരിപോഷിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത്? നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ ഒരു ലൈബ്രറി ഉണ്ട്. അങ്ങനെ പുസ്തകങ്ങളെല്ലാം കൊണ്ട് ശേഖരിച്ചു വെക്കുന്ന ഒരു ലൈബ്രറി തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെതായി ഒരെണ്ണമുണ്ട്. അവിടെ ഇഷ്ടംപോലെ പുസ്തകങ്ങളെല്ലാം കുട്ടികൾക്ക് എടുത്ത് വായിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സ്കൂളുകൾക്കും പുസ്തകങ്ങൾ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും തന്നെ പുസ്തകങ്ങളുണ്ട്. അതെടുത്ത് വായിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ പിന്നെ ബോധവൽക്കരണ ക്ലാസ് കൊടുക്കാറുണ്ട്. വായനാ ദിനത്തിന്റെയൊക്കെ ദിവസം നമ്മൾ ബോധവൽക്കരണ ക്ലാസ് കൊടുത്ത് കുട്ടികൾക്ക് വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും നൽകാറുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ ഓരോ പഞ്ചായത്തിലും ഒരു കളിസ്ഥലം എന്നുള്ളത് അത്യാവശ്യം തന്നെയാണ്. അത്തരത്തിൽ പഞ്ചായത്തിൽ കളിസ്ഥലങ്ങളുണ്ടോ? ഈ കളിസ്ഥലത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ യുവാക്കളെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെയും തന്നെ അവരുടെ കായിക ഇനങ്ങളെയെല്ലാം പരിപോഷിപ്പിക്കുന്നതിനായി നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടോ? നമുക്ക് ഒരു കളിസ്ഥലം നമുക്കൊരു സ്വപ്നമായിരുന്നു. ഈ വർഷമാണ് നമുക്കത് ഏറ്റെടുക്കാൻ സാധിച്ചത്. നമ്മുടെ ഒരു വാർഡിൽ, സിറ്റി വാർഡിൽ നമ്മളൊരു കളിസ്ഥലം നിർമ്മിക്കുന്നതിനുള്ള ടർഫ് നിർമ്മാണത്തിന്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ഭരണസമിതി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായും അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ പിന്നാക്ക വിഭാഗ ജനങ്ങൾക്കായിട്ടൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത്? പിന്നോക്ക വിഭാഗങ്ങൾ നമ്മൾ SC ST വിഭാഗങ്ങൾക്ക് നമ്മളൊരു ഫണ്ട് തന്നെ നീക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് പദ്ധതികൾ നമുക്ക് 4.5 വർഷക്കാലമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് വീട് നിർമ്മിച്ചു നൽകി, വീട് മെയിൻ്റെനൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഒട്ടേറെ നമുക്ക് നൽകാൻ സാധിച്ചു. ഇവർക്ക് കട്ടില്, പിന്നെ നമ്മളുടെ കുടിവെള്ളം ശേഖരിക്കുന്നതിനായി ടാങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പഠന മുറികൾ പണിത് കൊടുത്തിട്ടുണ്ട്. സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. പഠന ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ലാപ്ടോപ്പ് തുടങ്ങിയ പഠന ഉപകരണങ്ങൾ നമ്മൾ എല്ലാ വർഷവും വിതരണം ചെയ്യുന്നുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഈ പിന്നോക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾ അടക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത് എന്നുള്ളത് തന്നെയാണ്. പഞ്ചായത്തിലെ മറ്റ് ആളുകൾക്കെല്ലാം തന്നെ PMAY പദ്ധതി പ്രകാരമോ അതല്ലെങ്കിൽ ഈ ലൈഫ് ഭവന പദ്ധതി പ്രകാരമോ എത്രത്തോളം വീടുകൾ വെച്ച് നൽകാൻ പഞ്ചായത്തിനായിട്ടുണ്ട്? തീർച്ചയായും നമ്മൾ ഈ 4.5 വർഷക്കാലത്തോളം നമുക്ക് ഏകദേശം ഒരു 300 വീടുകളോളം നമുക്ക് പല വിഭാഗത്തിൽ PMAYയിലും ലൈഫിലും എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് വെച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 100ഓളം വീടുകൾ നമ്മൾ എഗ്രിമെന്റ് വെച്ചിരിക്കുകയാണ്. അതിന്റെ വർക്കുകൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത്? പ്രത്യേകിച്ച് കുടുംബശ്രീ, തൊഴിലുറപ്പ് ഇവരെയെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണോ നടപ്പിലാക്കി വരുന്നത്? തീർച്ചയായും നമ്മൾ കുടുംബശ്രീക്ക് നമ്മൾ നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ ഒരു നെടുംതൂണാണ് നമ്മുടെ കുടുംബശ്രീ. അതുപോലെ തൊഴിലുറപ്പ്, നമ്മൾ 100 തൊഴിൽ ദിനങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ കരകയറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ തൊഴിലുറപ്പ് നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പഞ്ചായത്താണ്. നമ്മുടെ ജില്ലയിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാനും സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീയിൽ നമ്മൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സുകൾ നടത്താറുണ്ട്. പിന്നെ കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കരാട്ടെ പരിശീലനം, അതുപോലെ നമ്മൾ വിവിധങ്ങളായ പദ്ധതികൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെ ഉന്നമനം വെച്ചുകൊണ്ട് നമ്മൾ
നടപ്പിലാക്കിയ പല പദ്ധതികളും നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഈ ചെണ്ടുമല്ലി കൃഷികളടക്കം തന്നെ ഈ കുടുംബശ്രീ വഴിയായിരിക്കും അല്ലേ കൂടുതലും ചെയ്തിട്ടുണ്ടാവുക? അതെ. അങ്ങനെ കുടുംബശ്രീ വഴി അങ്ങനെ പച്ചക്കറി തൈ ജയർജികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പച്ചക്കറി തൈ തോട്ടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ചെണ്ടുമല്ല കൃഷി നടത്തിയിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീ 2 യൂണിറ്റുകളെ ഉൾപ്പെടുത്തി നമ്മൾ ശിങ്കാരിമേള പരിശീലനം നടപ്പിലാക്കി. അത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത ഒരു പദ്ധതിയാണ്. അപ്പൊ ഇപ്പൊ ശിങ്കാരിമേളം എന്തെങ്കിലും ഒരു പൊതുപരിപാടിക്ക് വരുമ്പോൾ അവരെ വെച്ചുകൊണ്ട് നമ്മൾ ശിങ്കാരിമേളം നമ്മൾ അതിന് നേതൃത്വം കൊടുത്ത് അവരാണ് നേതൃത്വം കൊടുത്ത് ചെയ്യുന്നത്. തീർച്ചയായും ഈ തൊഴിലുറപ്പ് കേന്ദ്രീകരിച്ച് എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്? അതോടൊപ്പം തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം കൂടുതലായും ഈ തൊഴിലുറപ്പ് വഴിയായിരിക്കുമല്ലോ ചെയ്തു വരുന്നത്. അപ്പോൾ ഈ തോടുകളുടെ എല്ലാം തന്നെ നവീകരണങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണോ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? തീർച്ചയായിട്ടും തോടുകളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. നമ്മൾ ഓരോ വാർഡിലും ഒട്ടേറെ തോടുകളുണ്ട്. അതെല്ലാം നമ്മൾ തൊഴിലുറപ്പിൽപ്പെടുത്തി ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് നമ്മളൊരു വർക്കായിട്ട് എടുത്തുകൊണ്ട് ഒരു മാസങ്ങളോളം നീണ്ടുനിന്ന തൊഴിലുറപ്പ് വർക്ക് എടുത്ത് തോടുകളെല്ലാം തന്നെ അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ പഞ്ചായത്ത് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. ഇത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? ഉണ്ട്. നമുക്ക് സ്ഥലം കുറവായതുകൊണ്ട് നമുക്ക് കുറേയേറെ പ്രവർത്തനങ്ങൾ വേറെയും ചെയ്യാൻ നമുക്ക് സാധിക്കുമായിരുന്നു. നമ്മുടെ പഞ്ചായത്തിന് സ്ഥലം കുറവാണ്. KSEB അങ്ങനെയുള്ള ഒരാളുടെ കീഴിലാണ് സ്ഥലങ്ങൾ. അത് കിട്ടാത്തതിന്റെ ഫലമായിട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ നമുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഈ വെല്ലുവിളികളെല്ലാം തന്നെ തരണം ചെയ്ത് കൂടുതൽ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്തിന് മുന്നോട്ട് പോകാൻ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് കരുതിയിരിക്കുന്നത്? ഭാവിയിലേക്ക് നമ്മൾ ടൂറിസത്തിന് കൂടുതലായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു തോട്ടാപ്പുര ഒരു തുരങ്കമുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ സായിപ്പന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് തോട്ടകൾ സൂക്ഷിച്ചിരുന്ന ഒരു തുരങ്കമായിരുന്നു. അതിന്റെ നമ്മളെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി അത് നമ്മൾ പൂർത്തീകരിച്ച് നമുക്ക് അത് ടൂറിസത്തിന് തുറന്നു കൊടുക്കാനുള്ള ഒരു പദ്ധതി ആലോചിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കല്ലാർകുട്ടി ഡാമിന്റെ ഭാഗത്ത് ടൂറിസം സാധ്യതകൾ ഏറെയുള്ള ഒരു ഭാഗമാണ്. അവിടെ നമുക്ക് ടൂറിസത്തിന് വരുന്നവർക്ക് വിശ്രമ കേന്ദ്രം സ്ഥാപിക്കാനായിട്ട് ആലോചിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ചതുരംഗപ്പാറ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അവിടെ നമ്മൾ വാച്ച് ആൻഡ് ടവർ പണിയാനുള്ള പരിപാടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് വരും വർഷങ്ങളിലും പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് ജാൻസി ജോഷി നമ്മളോട് പങ്കുവച്ചത്. നന്ദി ശ്രീമതി ജാൻസി ജോഷി. ഭാവി പ്രവർത്തനങ്ങളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എൻ്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.